ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈനസ്മലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പാടത്ത് നമ്മുടെ JCB വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ ഉഴാൻ വേണ്ടിയിട്ട്, അത് പുതിയ വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ടാണ്, കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പാടം മുഴുവൻ അത് അങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ കാത്തുമ്പി അത് കാണാൻ വേണ്ടിയിട്ട് ആദ്യമേ പോയി നിൽപ്പുണ്ട് ഫ്രണ്ടിൽ. കുറച്ച് നേരം അതുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ഉഴുന്നിട്ട് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ഞാൻ പുറകെ ചെയ്യാം. പിന്നെ നമ്മുടെ വീടും നമ്മുടെ ചേട്ടായി പണി ചെയ്യുന്ന സ്ഥലവും ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നതാണ് കേട്ടോ വർക്ക്ഷോപ്പ്. നമ്മുടെ വീട് ഇതാണെങ്കിൽ അത് വർക്ക്ഷോപ്പ്, ഒട്ടും ദൂരെ ഇല്ല. ആ കാണുന്ന ഓട്ടോയാണ് ഇപ്പോൾ ചേട്ടായി പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണുകയും ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കും വീടിൻ്റെ ഫ്രണ്ടിലോട്ടും ഒക്കെ കയറ്റിയിട്ട് പണി ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കാം, നമുക്ക് ചേട്ടായിക്ക് പണിയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തേ കണ്ടോ, നമ്മളിവിടെ കാത്തു ആണെങ്കിൽ ഇവിടെ വന്നിരിക്കും. കാത്തു മാത്രമല്ല, ഞാനാണെങ്കിലും കൊച്ചാണെങ്കിലും കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്ന് കസേരയിട്ടിരുന്നിട്ട് അപ്പോൾ നമ്മുടെ ചേട്ടായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട് ഇതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫുൾ മേക്ക് ഓവർ ചെയ്യുക. വീട് നമ്മൾ ഫുൾ മേക്ക് ഓവർ ആക്കി എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പടി എന്നോണം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ ഈ ഒരു കല്ലായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ കല്ലായിരുന്നു നമ്മൾ നിരത്തി ഈ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും നല്ല വെയിലൊന്നും അടിക്കത്തില്ല. തുണി ഉണങ്ങി കിട്ടാനാണ് ഇവിടെ പാട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നിരയായിട്ട് നമ്മൾ ഓട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണ് താഴത്ത് പാടത്തേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ വേലി കെട്ടണം. വേലി കെട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഓട് വെച്ച് കൊടുത്തതിൻ്റെ പുറകു വശത്തൊക്കെ ഉണ്ടല്ലോ, ഈ കരിയിലകൾ ഒക്കെ മാറ്റി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുറകോട്ടുള്ള മൊത്തം പോർഷനും നമ്മൾ ആളെ വെച്ച് ചെയ്യിച്ചാലേ റെഡിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട് ഓരോ ഘട്ടമായിട്ട് നമ്മുടെ വീട് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അത് ഞാൻ അപ്പോൾ വീഡിയോ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് മതിൽ കെട്ടണം. മതിലല്ല, ചെറിയൊരു വേലി പോലെയാണെങ്കിലും കെട്ടിയിട്ട് നമ്മുടെ മൊത്തം വീട് നമ്മളൊന്ന് ചേഞ്ച് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശിവക്കുട്ടന് ഓടി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ആ ഒരു ഓട് വെച്ച് കൊടുത്തപ്പോൾ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളപ്പോൾ അഴ കെട്ടിയിട്ടിട്ടുണ്ട്. അഴ കെട്ടിയിട്ട് തുണി ഇട്ടാലും നമുക്ക് ഉണങ്ങി കിട്ടാനാണ് ഏറ്റവും പാട്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ അരിപ്പറമ്പ് പള്ളിയിൽ, ഞങ്ങളുടെ നാട് അതാണ്, അരിപ്പറമ്പ് പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പെരുന്നാൾ കാണാൻ പോകുമായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ ഘോഷയാത്ര കാണാൻ പോവുകയാണ്. കപ്പേള നമ്മുടെ അടുത്തും പള്ളി ഒരു അടുത്ത സ്റ്റോപ്പിലുമാണ് കേട്ടോ. ഒരുപാട് നടക്കാനില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ വന്ന ആ ഒരു കറക്റ്റ് ടൈമിന് തന്നെ അവിടുന്ന് ഈ നമ്മുടെ ഘോഷയാത്ര വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്രിസ്ത്യൻ പള്ളിയിൽ. ഇവിടെ ഈ ഭാഗത്ത് നിറച്ചും ക്രിസ്ത്യാനികളാണ് കൂടുതലും. അപ്പം ഇതിങ്ങനെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ പേര് പല പോർഷനായിട്ടാണ് കേട്ടോ. ഇവർ കൊടിയും മെഴുകുതിരിയാണെങ്കിൽ പുറകോട്ട് പല കളറിൽ കൊടി ഫ്ലാഗ് വെച്ചിട്ടാണ്. ഈ ഫ്ലാഗ് എന്തിൻ്റെ ആണെന്നോ ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും പോർഷൻ തിരിച്ചിട്ടുള്ള ഈ ഇവരിൽ തന്നെ ഉണ്ടാവുമല്ലോ, ക്രിസ്ത്യൻസിൽ തന്നെ പല പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ആയിരിക്കാം, കാസ്റ്റ് പരമായിരിക്കാം, അല്ലെങ്കിൽ ഇടവക, അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള ഘോഷയാത്രയാണ് ഈ പോകുന്നത്. കൊടി പിടിച്ചിട്ടുള്ളതാണ്. പോകുന്നത് നമ്മുടെ ടിപ്പുവാണ് കേട്ടോ. ടിപ്പു ഞങ്ങളുടെ പട്ടിയാണ്. അപ്പോൾ പിന്നെ അവൻ നേരത്തെ വന്നിരിപ്പുണ്ടായിരുന്നു ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചില പോർഷനൊക്കെ ഉണ്ടല്ലോ, ചില ഭാഗത്തൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കപ്പേള. അരിപ്പറമ്പ് പള്ളിയിലെ കപ്പേളയാണ്. ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ. മെയിൻ റോഡിലൂടെയാണ് നമ്മുടെ ഒരു പ്രദക്ഷിണം നടക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ, അതായത് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ കാണിച്ചിട്ടുള്ള ആ ഒരു
വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ചന്ത. ആ ചന്തയിലാണ് പിന്നെ പ്രദക്ഷിണം വലം വെക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്നാലും ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കപ്പേളയുടെ ഉൾഭാഗമാണ് കേട്ടോ ഇത്. നമ്മുടെ വെളുത്തച്ഛനാണ് ഇരിക്കുന്നത്. അർത്തിങ്ക പള്ളിയിലെ അതേ വെളുത്തച്ഛൻ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്, ഈ പള്ളിയിലുള്ളത്. അപ്പോൾ അതേ ബാൻഡ് വേളക്കാരൊക്കെ ഉണ്ട്. അവരിപ്പോൾ കൊട്ടിയില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊട്ടിയത്. അപ്പം ഞാൻ ആ സമയമാകുമ്പോൾ ഫുൾ ആ ഒരു സോങ് ഒക്കെ കേൾപ്പിച്ചു തരാം. നമ്മുടെ ഗപ്പിയിലെ പാട്ടൊക്കെ അവർ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതിപ്പോൾ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. കണ്ടില്ലേ, കുറച്ച് പേര് കുട പിടിച്ചിട്ട്. അപ്പുറത്തെ ഭാഗത്ത് പോകുന്നവർ പിന്നെ ആ പ്രദക്ഷിണം വലം വെച്ച് വരുന്നവരാണ് കേട്ടോ. അപ്പോൾ അതേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ. സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. എന്ത് രസമായിരുന്നെന്ന് അറിയാമോ. കുരിശും ഇതവരുടെ രൂപങ്ങളായിരിക്കാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ഇവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് തന്നെ നല്ല രസമാണ്. നമ്മുടെ വെളുത്തച്ഛൻ വരുന്നുണ്ട് കേട്ടോ, പുറകെയാണ് വരുന്നത്. ഈ കയ്യിലുണ്ടല്ലോ കർപ്പൂരമല്ല, കർപ്പൂരാണെന്ന് തോന്നുന്നു, അതിങ്ങനെ പുകച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഒരേപോലെയുള്ള ഡ്രസ്സുകൾ. ഇപ്പം തന്നെ അമ്മമാരെയൊക്കെ ഉണ്ടോ, അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ചിലർ നടുക്ക് കുട പിടിച്ചിട്ടും അല്ലാതെ ഓരോരോ മെഴുകുതിരി കത്തിച്ചിട്ടാണെങ്കിലും കണ്ടോ, ഡ്രസ്സൊക്കെ കണ്ടോ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഇത് വെളുത്തച്ഛൻ രൂപം കൊണ്ടുവരികയാണ്. പുറകെ രൂപം കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മണി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മണി അടിക്കുന്നത് അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കണക്ട് ചെയ്തുകൊണ്ട് പുറകിലേക്ക് വേറെ ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ മണി കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വയറിലാണ് കേട്ടോ. അതെന്താണ് സംഭവം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഘോഷയാത്ര മുഴുവനൊക്കെ കാണാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞാനിത് ഇത്രയും സ്പീഡാക്കിയിട്ട് കാണിച്ചു തന്നതാണ്. പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിരുന്നിട്ട് ലൈവായിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നിരുന്നോണ്ടാണ് നമ്മുടെ ഫുൾ ഫയർ വർക്ക്സ് കണ്ടത്. നമ്മുടെ കണിച്ചുളങ്ങര അമ്പലത്തിലാണെങ്കിലും അർത്തികപ്പള്ളിയിലാണെങ്കിലും നമ്മുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലിരുന്നാലും ഇങ്ങനെ ലൈവായിട്ട് മുകളിൽ കാണാൻ പറ്റും. പാടത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും കാണാൻ പറ്റും. ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി, വാതിക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ഫുൾ വ്യൂ ആണ്. അപ്പൊ അതൊക്കെ കണ്ടു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജാഥയുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് കൂടി നടന്നായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ കുഞ്ഞു പിള്ളേർക്ക് ചില ഉത്സവപ്പറമ്പിലാണെങ്കിലും ഓക്സിജൻ ബലൂൺ ഉണ്ടല്ലോ, ചെറിയ ലൈറ്റ് ഘടിപ്പിച്ച ഒരു 100 രൂപ 120 രൂപ ആ റേഞ്ചിൽ വിൽക്കുന്ന ആ ഒരു ബലൂണും പുറകിൽ വന്ന ഒരു ചേട്ടന്റെ മെഴുകുതിരിയായിട്ട് പിടിച്ചിട്ട് വലിയൊരു ഫയർ. ശരിക്കും ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. മൊത്തം ഇങ്ങനെ ആളി കത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞും ശരിക്കും പേടിച്ചു പോയ ഒരു സംഭവമാണത്. അപ്പൊ ഇനിയിപ്പോ കൂടുതൽ ഉത്സവങ്ങളും കാര്യങ്ങളും പെരുന്നാളുകളൊക്കെ വരുന്ന ആ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ചാൻസും കൂടുതലാണ്. അപ്പൊ പ്രത്യേകം എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. കാരണം അത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. വല്ലാണ്ട് തീ അങ്ങ് ആളിക്കത്തി. അതിൽ ഓക്സിജൻ ആ സംഭവം എല്ലാം ആണല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് കുഞ്ഞുങ്ങളായിട്ട് പോയിട്ട് ഉത്സവങ്ങളൊക്കെ കണ്ടുവരിക. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. നമ്മുടെ വീടിന്റെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ പോകെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.